ചൊവ്വാഴ്ച വൈകുന്നേരമുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും ഇരിട്ടി പ്രദേശം ഉൾപ്പെടെ പായം, കരിയാൽ, എരുമത്തടം എന്ന പ്രദേശത്ത് വ്യാപകമായിട്ടുള്ള നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ആദ്യം നമുക്ക് ഈ ദൃശ്യങ്ങളൊക്കെ ഒന്ന് കാണാം. നാട്ടുകാരും അതേപോലെ തന്നെ സന്നദ്ധ പ്രവർത്തകരും ഒക്കെ ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഈ നാശനഷ്ടം സംഭവിച്ച ഭാഗങ്ങളിൽ മരം മുറിച്ച് മാറ്റുന്ന ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പേരാവൂർ MLA അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് നാശനഷ്ടം സംഭവിച്ച വീടുകൾ സന്ദർശിക്കുന്നുണ്ട്. ഇരിട്ടി ടൗൺ പ്രദേശത്തും അതുപോലെ തന്നെ പെരിയാൽ പ്രദേശത്തും ഇന്നലെ വൈകുന്നേരം വലിയ കാറ്റും മഴയും ഉണ്ടാക്കിയ നാശനഷ്ടങ്ങൾ വളരെ ഗൗരവമേറിയതാണ്. ഞാനിന്നലെ ആ സമയത്തുണ്ടായിരുന്നില്ല, ഞാൻ കളിച്ചാറായിരുന്നു. അവിടെ നിന്ന് വിവരം അറിഞ്ഞു. രാത്രി വൈദ്യുതി ബന്ധങ്ങളെല്ലാം വിച്ഛേദിച്ചു. വളരെ അപകടകരമായ അവസ്ഥയായിരുന്നു. ഇപ്പം ഞാൻ ഈ വീടിൻ്റെ മുറ്റത്തിൽ നിൽക്കുമ്പം ഈ വീടിൻ്റെ ആസ്പെറ്റോ ഷീറ്റുകൾ കാറ്റിൽ പറന്ന് പുറത്തേക്ക്. വീട്ടുകാരെന്തായാലും ഭാര്യയും ഭർത്താവും 2 കുട്ടികളും അവർ സുരക്ഷിതരാണ്. അതുപോലെ നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. വാഹനങ്ങൾക്ക് നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ നേരമ്പോക്കിൽ ഒരുപാട് വാഴകളുള്ള 4000 വാഴ കൃഷി ചെയ്തിട്ടുള്ള ഒരു നേന്ത്രവാഴ തോട്ടത്തിലും പോയി. അവിടെ കുറേ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഈ ടൗണിൻ്റെ ഹൃദയഭാഗത്ത് കാറ്റിൽ ഷീറ്റ് പറന്നു വീണ് വാഹനങ്ങൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇതെല്ലാം കഴിയുന്നത്ര സന്ദർശിച്ച് കാണുകയാണ്. ഞാൻ തഹസിൽദാരെ വിളിച്ചിരുന്നു. റവന്യൂ വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥന്മാർ ഇവിടെ ഇപ്പോൾ വില്ലേജ് ഓഫീസർ വന്ന് അതിൻ്റെ കണക്കെടുത്തു എന്ന് പറഞ്ഞു. എത്രയും പെട്ടെന്ന് നഷ്ടപരിഹാരം. ഈ വീട് പുനർനിർമ്മിക്കാൻ ഇപ്പോൾ നമ്മളീ നിൽക്കുന്ന ഈ വീട് ഉൾപ്പെടെ വീടുകൾ പുനർനിർമ്മിക്കാൻ, നാശനഷ്ടം വന്ന വീടുകൾ പുനർനിർമ്മിക്കാനുള്ള പരിഹാരം എത്രയും കൃഷി നശിച്ചവർക്ക് ചിലർക്ക് ഇൻഷുറൻസ് ഉണ്ട്. ഇൻഷുറൻസ് ഉള്ളവർക്ക് അതിൻ്റെ പരിരക്ഷ കിട്ടണം, അല്ലാത്തവർക്ക് കിട്ടാവുന്ന നഷ്ടപരിഹാരം. അതുപോലെ ജനകീയ പ്രവർത്തകരും പൊതുപ്രവർത്തകരും ജനപ്രതിനിധികളെല്ലാം ഇടപെട്ടുകൊണ്ട് ഇവർക്ക് ആവശ്യമായിട്ടുള്ള ബദൽ സംവിധാനം, താൽക്കാലിക സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അത് കൂടുതൽ എല്ലാവരുടെയും സഹകരണം കൂടിയാണ്. 5 മണി നല്ല കാറ്റും മഴയായിരുന്നു. എത്ര പേരുണ്ടായിരുന്നു? ഞങ്ങൾ 4 ആള്. മേൽക്കൂര പൂർണ്ണമായിട്ട് പരിക്ക് ഒന്നുമില്ല. ഇന്നലെ വൈകുന്നേരം 5 മണിയോട് കൂടി കരിയാൽ, എരുമത്തടം, പായം, മുച്ചാടുകുന്ന് മേഖലയിൽ വേനൽ മഴയോടൊപ്പം വന്ന അതിശക്തമായ കാറ്റ്, അതിന് വലിയ നാശനഷ്ടമാണ് ഈ മേഖലയിൽ ഉണ്ടായിട്ടുള്ളത്. ഇലക്ട്രിക് പോസ്റ്റുകൾ പൊട്ടി വീടുകളുടെ മേലെയും അതുപോലെ റോഡിലേക്ക് പോയി. മരങ്ങൾ പൊട്ടി വീണ് നിരവധി വീടുകൾക്കാണ് പരിക്ക് പറ്റി. ഇപ്പോൾ ഇലവൻകൽ ബിനോയിൻ്റെ വീട് പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. പുത്തമ്പുരയിൽ രാജീവിൻ്റെ വീട് എരുമത്തടത്തിൽ പൂർണ്ണമായും തകർക്കപ്പെട്ടിട്ടുണ്ട്. കടത്തിമാക്കൽ തോമസേട്ടൻ്റെ വീട് തകർന്നിട്ടുണ്ട്. നമ്മുടെ നുച്ചാടുകുന്ന് പ്രസാദിൻ്റെ വീടിൻ്റെ മതിൽ തകർന്ന് വീണിട്ടുണ്ട്. അങ്ങനെ വ്യാപകമായ നാശമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഇലവുകൽ ബേബിയുടെ വീടിനും നാശമുണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പയോറ ബിന്ദുവിൻ്റെ വീടിന് നാശമുണ്ടായിട്ടുണ്ട്. അപ്പോൾ വലിയ നാശമാണ്, ലക്ഷക്കണക്കിന് രൂപയുടെ നാശമാണ്. അത് ചില ആളുകളുടെ വീടുകൾക്ക് ഇനിയിപ്പോൾ താമസിപ്പിക്കാൻ മറ്റ് സ്ഥലങ്ങൾ നോക്കേണ്ടുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. വീട് പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. അതിൽ രാജീവിൻ്റെയും ബിനോയിൻ്റെയും ആണ് ഏറ്റവും രൂക്ഷമായ ഒരു അവസ്ഥയിലുള്ളത്. അവർക്ക് താമസിക്കേണ്ടെങ്കിൽ മറ്റ് സ്ഥലങ്ങൾ അന്വേഷിക്കേണ്ടുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങളുള്ളത്. കരിയാലിൽ അതുപോലെ തന്നെ എരുമത്തടം പ്രദേശങ്ങളിലാണ് വ്യാപകമായ നാശനഷ്ടം ഇന്നലെ വൈകുന്നേരം ഉണ്ടായിട്ടുള്ളത്. ഇലവങ്കൽ ബിനോയിയേട്ടൻ്റെ വീട്, അതുപോലെ തന്നെ തൊമ്മിച്ചാട്ടൻ്റെ വീട്, രാജീവാട്ടൻ്റെ വീട് തുടങ്ങി ഈ മേഖലയിൽ 10-12ഓളം വീടുകളിലാണ് നാശനഷ്ടം സംഭവിച്ചിട്ടുള്ളത്. 2 വീട്ടുകാർക്ക് താമസിക്കാൻ വലിയ പ്രയാസമുള്ള വീടാണ്. എന്തായാലും ഇന്നലെ അടിയന്തരമായും ഈ മേഖലയിലെ ദുരന്ത നിവാരണ സേവനം, യൂത്ത് ബ്രിഗേഡ് ഉൾപ്പെടെ ഇടപെട്ടുകൊണ്ട് മരങ്ങളെല്ലാം മുറിച്ച് മാറ്റിയിട്ടുണ്ടെങ്കിലും താമസിക്കാനുള്ള ബുദ്ധിമുട്ട് ഈ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഉദ്യോഗസ്ഥന്മാരെല്ലാം വരുന്നുണ്ട്. ആവശ്യമായ സഹായം ഇതുമായി ബന്ധപ്പെട്ട് ചെയ്തു കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കാം. വ്യാപകമായിട്ടുള്ള കൃഷിനാശവും അതുപോലെ തന്നെ വീടുകൾ ഉൾപ്പെടെ പൂർണ്ണമായും തകർന്ന ഒരു അവസ്ഥയിലാണ് ഈ പ്രദേശങ്ങളിലൊക്കെ ഉള്ളത്. ഇപ്പോൾ MLA നമ്മോട് ഇപ്പോൾ സംസാരിച്ചു. ഇവർക്ക് വേണ്ടിയിട്ടുള്ള നാശനഷ്ടം സംഭവിച്ച ഇവർക്ക് സാമ്പത്തിക സഹായങ്ങൾ ഉൾപ്പെടെ പെട്ടെന്ന് തന്നെ നൽകണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഇവിടുത്തെ നാട്ടുകാർ പൂർണ്ണമായും ഈ പ്രദേശങ്ങളിലെ നാശനഷ്ടം സംഭവിച്ച ഭാഗങ്ങളിലെ മരങ്ങളൊക്കെ മുറിച്ചു മാറ്റി പൂർവ്വസ്ഥിതിയിലേക്കാക്കാനുള്ള ഒരു ശ്രമവും നടന്നുകൊണ്ടിരിക്കുകയാണ്. അബ്രഹാമിനൊപ്പം കരിയാലിൽ നിന്നും ശ്രീവേഷ്കർ. ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട്.
അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട്. വുഡ്മാർട്ട്. സോഫ സെറ്റ്, ബെഡ്റൂം സെറ്റ്, ഡൈനിങ് ടേബിൾ സെറ്റ്, വാർഡ്രോബ് ആൻഡ് കോട്ട്, ഫാൻസി ലൈറ്റ് തുടങ്ങി ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം. വുഡ്മാർട്ട്, എഡു റോഡ്, മാടത്തിയിൽ, ഇരട്ടി റോഡ്, മട്ടന്നൂർ. മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ A-Channel. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ 9447691771 9074215391. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ A-Channel ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.